രണ്ടാമത് ഇതുപോലെ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് എഴുന്നേറ്റ ആളാണ് ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലെ ധൂർത്തനായ പുത്രൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ കഥ, ആ സംഭവം പരിചയമുള്ളതാണല്ലോ. 2 മക്കളാണ്, നല്ല അപ്പനാണ് ഉള്ളത്. 2 മക്കൾ എല്ലാം കൊടുത്തിട്ടും ഒരെണ്ണം തലതിരിഞ്ഞു പോയി. ഒരു ദിവസം അവൻ ഇറങ്ങിപ്പോയി. അവൻ എന്തില്ലാഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ചിലപ്പോൾ മക്കളെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ, ഇവരെന്തില്ലാഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിപ്പോയത്, എന്തില്ലാഞ്ഞിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? സത്യത്തിൽ ഈ ധൂർത്തനായ പുത്രന് എന്തില്ലാഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിപ്പോയത്? ഒറ്റ ഇല്ലാതെ പോയുള്ളൂ, അവൻ്റെ ബോധം പോയി. ചില നേരത്ത് നമ്മുടെ പിള്ളേരുടെ ബോധം പോവും. അവർ പഠിച്ചിട്ടുണ്ട്, അവർ ഡിഗ്രി ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു ബോധമില്ലായ്മ, ഒരു ബോധക്കേട് അവൻ ചെയ്യും. ഇതുപോലെ തന്നെ ധൂർത്തനായ പുത്രൻ അന്ന് ഒരു ബോധക്കേട് ചെയ്തു. ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട്, ഇവൻ ഇളയ പുത്രനാണ്. നമുക്കറിയാം, സാധാരണയായി ഈ ദേശത്തും പൗരസ്ത്യ ദേശത്തുമെല്ലാം ഇളയ മക്കളോട് മാതാപിതാക്കൾക്ക് പ്രത്യേക സ്നേഹം ഉണ്ടാകും. എങ്കിൽ ഈ ഇളയ പുത്രനോടും പ്രത്യേകമായ സ്നേഹം ഈ പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഉണ്ടെങ്കിലും ബോധം മറഞ്ഞ ഒരു സമയം അവൻ പറഞ്ഞു, സ്വത്ത് വേണമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. അവരെല്ലാം ദുർവ്യയം ചെയ്തു. ബൈബിൾ പറയുകയാണ്, എല്ലാം ദുർവ്യയം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് കഠിനമായൊരു ക്ഷാമമുണ്ടായി. പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും അവന് കിട്ടിയില്ല. ഇങ്ങനെ പന്നിക്ക് കൊടുക്കണ ഭക്ഷണം പോലും കിട്ടാതെ അവൻ വലഞ്ഞിരിക്കുന്നൊരു രാത്രിയിലാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് അവനെ വിട്ടുപോയ ആ ബോധം അവനിലേക്ക് മടങ്ങി വരുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, അവനിൽ സുബോധം വന്നുവെന്ന്. അവൻ്റെ പപ്പയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ബൈബിൾ എഴുതി തുടർന്ന്, അവൻ എഴുന്നേറ്റു, അവൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് വർഷങ്ങളായോ നാളുകളായോ കുമ്പസാരത്തിൽ അറ്റൻഡ് ചെയ്യാത്തവർ, പോകാത്തവർ, ആ കുദാശ അതിൽ നിന്ന് അകലം സൂക്ഷിച്ചിട്ടവരാണ് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നതെങ്കിൽ എഴുന്നേൽക്കുക. ഹൃദയം കൊണ്ട് എഴുന്നേൽക്കണം, ശരീരം കൊണ്ട് എഴുന്നേൽക്കണം. എന്തിനു വേണ്ടി എഴുന്നേൽക്കണം? അപ്പൻ കാത്തിരിപ്പുണ്ട്. കുമ്പസാര കൂടിൽ അപ്പൻ കാത്തിരിപ്പുണ്ട്. വിചാരണയുടെ കൂടല്ല കുമ്പസാര കൂട്. ഏറ്റുപറയുന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തിരുസഭ വൈദികനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. വൈദികൻ വലിയ അധികാരിയായതുകൊണ്ടല്ല, മറിച്ച് ഒരു കുദാശ പരികർമ്മം ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നാളുകളായി കൺഫഷനിൽ നിന്ന്, കുമ്പസാരത്തിൽ നിന്ന് അകന്നു കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് നീയെങ്കിൽ, ചെറുപ്പക്കാരിയാണ് നീയെങ്കിൽ എഴുന്നേൽക്കുക, ആത്മാവിൽ എഴുന്നേൽക്കുക. പിതാവ് കാത്തിരിപ്പുണ്ട്. കരമുയർത്തുന്നു പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റു. അപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. കുമ്പസാര കൂടാണത്. അപ്പാ, അപ്പനെതിരെ, സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു. ഇത് പറയാൻ അവൻ പരിശീലിച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. അവൻ അത് പറയാൻ പരിശീലിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. സങ്കടക്കടലുമായിട്ടാണ് അവൻ ചെല്ലുന്നത്. പക്ഷേ അത് പറയും മുമ്പേ തന്നെ അവൻ്റെ പപ്പ ഓടി ഇറങ്ങി വന്ന് അവൻ്റെ നെറ്റിത്തടത്തിലും അവൻ്റെ മാറിലുമെല്ലാം അവൻ്റെ കവിളിലുമെല്ലാം ചുംബിച്ച് അവനെ ചേർത്ത് വെച്ചു. എന്നിട്ട് ബൈബിൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി പറയുന്നത് കേൾക്കുക. അവന് പുതിയ വസ്ത്രം കൊടുത്തു, അവന് മോതിരം കൊടുത്തു, അവന് ചെരുപ്പ് കൊടുത്തു. സഹോദരങ്ങളെ ഓർക്കുക, ഈ പന്നിക്കൂട്ടി കിടന്നവൻ തിരിച്ചു വരുമ്പോൾ അവന് കൊടുക്കേണ്ടിയിരുന്നത് എന്താണ്? നമ്മളാണെങ്കിൽ എന്തു കൊടുക്കും? തോർത്തുമുണ്ട് സോപ്പും കൊടുക്കും, കുളിമുണ്ട് സോപ്പും കൊടുക്കും. ബോധമുള്ള ആരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ മടങ്ങി വന്നപ്പോൾ പുതുവസ്ത്രം, മേൽത്തരം വസ്ത്രം, റോബ് എന്നാണ് ഇംഗ്ലീഷിൽ, മേൽത്തരം വസ്ത്രം. 2, അവന് മോതിരം. ഈ പന്നിക്കുഴിയിൽ നിന്ന് വന്നവന് മോതിരമാണോ കൊടുക്കേണ്ടത്? 3, ഒന്നാന്തര ഷൂ, പോളിഷ് ചെയ്ത ഷൂ, ഇതാണോ കൊടുക്കേണ്ടത്? ചിന്തിക്കണം. അതിനൊരർത്ഥമുണ്ട്. വിശുദ്ധനായ അംബ്രോസ് പുണ്യാളനാണ് അതിനുള്ള വ്യാഖ്യാനം പറയുന്നത്. അവന് പുതുവസ്ത്രം കൊടുത്തുകൊണ്ട് പറയുകയാണ്, മോനെ, നിനക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട് മോനെ, നീ മോനാണ്, നീ എൻ്റെ മോനാണ്, അതുകൊണ്ട് മോനൊരു മാന്യതയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് അവന് ഈ പുതുവസ്ത്രം കൊടുത്തത്. കാരണം മേൽത്തരം വസ്ത്രം വേലക്കാർ ധരിക്കാറില്ല, മക്കൾ മാത്രമേ ധരിക്കാറുള്ളൂ. ഇപ്പോൾ പോലും ചില ജയിലുകളിൽ
ഷർട്ടിട്ട് മേലധികാരിയുടെ മുമ്പിൽ വന്ന് നിൽക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ അന്ന് സ്ലേവ്സിന്, അടിമകൾക്കൊരിക്കലും മേൽത്തരം വസ്ത്രം ധരിക്കാൻ പറ്റില്ല, മക്കൾക്കേ പറ്റൂ. അതുകൊണ്ട് അവന് മേൽത്തരം വസ്ത്രം കൊടുത്തുകൊണ്ട് പറയുകയാണ്, നീ ദാസനല്ല, നീ മോനാണ്, നീ മോനാണ്. രണ്ടാമത് അവന് മോതിരം കൊടുത്തു. എന്താണ് പറയുന്നത്? മോനെ, നിനക്ക് അധികാരമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 41:42 ഫറവോ ജോസഫിൻ്റെ കൈകളിൽ മോതിരം ധരിപ്പിച്ചുകൊണ്ട് അധികാരം കൈമാറുന്നത്. ഇതുപോലെ തന്നെ ധൂർത്തനായ പുത്രൻ എല്ലാം നശിപ്പിച്ചു മടങ്ങി വരുന്ന നേരത്ത് അവൻ്റെ കൈകളിൽ മോതിരം കൊടുത്തുകൊണ്ട് പറയുകയാണ്, മോനെ, നിനക്ക് അധികാരമുണ്ട്, അധികാരമുണ്ട്. മൂന്നാമത് അവൻ്റെ കാലിൽ ഷൂ ധരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ, നിനക്കൊരു ദൗത്യം പൂർത്തിയാക്കാനുണ്ട്, ഒരു ദൗത്യം. എന്നിട്ട് വിശുദ്ധനായ അംബ്രോസ് പുണ്യവാളൻ ഈ കഥയുടെ, ഈ ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ഒരു 2-ാം ഭാഗം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. അന്ന് രാത്രിയിൽ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ഭക്ഷണം ഒരുക്കിയപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. പക്ഷേ ധൂർത്ത പുത്രൻ മാത്രം അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ചില്ല. എൻ്റെ വ്യാഖ്യാനമല്ല, വിശുദ്ധ അംബ്രോസിൻ്റെ വ്യാഖ്യാനമാണ്. ധൂർത്തപുത്രൻ മാത്രം ഭക്ഷണം കഴിച്ചില്ല. ഇങ്ങനെ നോക്കുമ്പോൾ ആ വീട്ടിലെ പപ്പ ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ധൂർത്തനായ പുത്രനാണ്. അവന് കഴിക്കാൻ പറ്റണില്ല. എങ്ങനെ കഴിക്കാൻ പറ്റും? അവൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, പപ്പ എനിക്ക് എങ്ങനെ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റും? കാരണം ഞാൻ എൻ്റെ കുറവുകൾ ഏറ്റു പറയും മുമ്പേ തന്നെ പാപങ്ങളെല്ലാം മോചിച്ച്, കുറവുകളെല്ലാം മോചിച്ച് നീ എനിക്ക് എന്നെ ചേർത്ത് പിടിച്ചില്ലേ? നീ എനിക്ക് പുതിയ വസ്ത്രം തന്നില്ലേ? മോതിരം തന്നില്ലേ? ഷൂ തന്നില്ലേ? സ്നേഹമാണ് മനുഷ്യരെ കരയിപ്പിക്കുന്നത്, കുറ്റബോധമല്ല. കരമുയർത്തി പറഞ്ഞേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം കൊണ്ട് നിറയണം. ദൈവമേ, ഇന്ന് ഈ അമ്മ മറിയത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഒരു സ്നേഹത്തിൻ്റെ അഭിഷേകം അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം കിട്ടാത്ത എല്ലാവർക്കും അധികമായ സ്നേഹം കൊടുക്കണമേ. ധൂർത്തനായ പുത്രൻ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് അവന് കരയാതിരിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് അവൻ ഏന്തി കരയുകയാണ്. പിറ്റേ ദിവസമായി ഈ ധൂർത്തനായ പുത്രൻ അപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, അപ്പാ, എനിക്ക് അതേ പന്നിക്കൂട്ടിലേക്ക് ഒരു പ്രാവശ്യം കൂടി പോകണം. പിറ്റേ ദിവസം അനുവാദത്തോടു കൂടി അവൻ പന്നിക്കൂട്ടി പോവുകയാണ്. എന്തിനാണ് പന്നിക്കൂട്ടി പോയെന്നറിയാമോ? അവിടെ ഇതുപോലെ അപ്പന്മാരെ ഉപേക്ഷിച്ച്, സ്വന്തം ഭവനം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് മക്കളുണ്ട്. അവരോടെല്ലാവരോടും അവന് സുവിശേഷം പ്രസംഗിക്കണം. അവരോട് പറയണം, ഇതാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പപ്പ കാത്തിരിപ്പുണ്ട്. ഇത് പറയാൻ വേണ്ടി ധൂർത്തപുത്രൻ പോകണം. ഞാൻ ഇങ്ങനെ ഒരു ഇമാജിനേഷൻ കൊണ്ടുവരികയാണ്, ഒരു ചിന്ത കൊണ്ടുവരികയാണ്. മിക്കവാറും നമ്മുടെ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിയാൽ അന്ന് ഇങ്ങനൊരു ബാനർ ഉയർന്നിട്ടുണ്ടാകും. ജെറുസലേം കൺവെൻഷൻ എന്ന് പറയുന്നത് പോലെ ഇങ്ങനൊരു ബാനർ, വചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും നയിക്കുന്നത് മുടിയനായ പുത്രൻ, മടങ്ങി വന്ന മുടിയനായ പുത്രൻ, നയിക്കുന്നത് തിരിച്ചു വന്ന ധൂർത്തപുത്രൻ. അവരെല്ലാവരും ഒരുമിച്ച് കൂടി അവരോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒരു ധൂർത്തനായ പുത്രനായിരുന്നു ഞാൻ. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെ സ്നേഹം എന്നെ സന്ദർശിച്ചു. എൻ്റെ അപ്പനെക്കുറിച്ച് ഞാൻ ഓർത്തു. ഞാൻ ഈ പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റു. അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ എഴുന്നേൽക്കണം. ധൂർത്തപുത്രൻ്റെ പ്രസംഗം കേട്ടപ്പോൾ, അവൻ്റെ ടെസ്റ്റ് മണി കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിന്നെ ഇരിക്കാൻ പറ്റണില്ല. അന്ന് പന്നിക്കൂട്ടിൽ അപ്പന്മാരെ ഉപേക്ഷിച്ച് ഭവനം വിട്ടിറങ്ങിയ മക്കളൊക്കെ എഴുന്നേറ്റ് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇതാണ് സെയിന്റ് അംബ്രോസ് പറയുന്നത്. എഴുന്നേൽക്കണം. ഈശോ വരുന്ന നേരത്ത് നമുക്ക് എഴുന്നേൽക്കാനായിട്ട് കഴിയുന്നു. ഏറ്റവും ഒടുക്കം എഴുന്നേറ്റത് മറിയം പാപത്തിൽ നിന്നല്ല എഴുന്നേറ്റത്. അവൾ വലിയൊരു ധ്യാനത്തിലായിരുന്നു. 14 വയസ്സ് പ്രായമുള്ള അവൾ ജെറുസലേം ദേവാലയത്തോട് ചേർന്നുള്ള പ്രാർത്ഥനയിലായിരിക്കുന്ന നേരത്താണ് ലൂക്കാ 1:28 ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നുകൊണ്ട് പറയുന്നത്, ഇതാ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ബൈബിൾ എഴുതി. അവൾ എഴുന്നേറ്റു. അവൾ ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റു. തിടുക്കത്തിൽ തുടർന്ന് പിന്നീട് അവൾ യാത്രയാവാൻ പോവുകയാണ് സക്കറിയായുടെയും എലിസബത്തിൻ്റെയും ഭവനത്തിലേക്ക്. ദുഃഖത്തിൻ്റെ ഭാരത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം.
പാപത്തിൽ ചടഞ്ഞു കിടക്കുന്ന മാനസിക അവസ്ഥയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. ദൈവമേ, അങ്ങയുടെ ഹിതം മാത്രം നിറവേറ്റാൻ എന്നെ യോഗ്യമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കണം. ഈശോ ഇല്ല എങ്കിൽ എൻ്റെ മകനെ ഒരിക്കലും പുറം രാജ്യത്തേക്ക് പറഞ്ഞു വിടരുതേ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കണം. ഈശോ ഉണ്ട് എങ്കിൽ എൻ്റെ മകനെ തീർച്ചയായും ആ ഈശോയുടെ സാന്നിധ്യത്തോടെ എൻ്റെ മക്കളെ സെറ്റിൽ ചെയ്യാൻ അവിടെ നിന്ന് അയക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കണം. കണ്ണുനീരിൻ്റെ കാരണങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ എഴുന്നേൽക്കണം. മരവിച്ച മാനസികമായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. തെറ്റായ ബന്ധങ്ങളിൽ കഴിയുന്നവർ എഴുന്നേൽക്കണം. അഡിക്ഷൻസിൽ കഴിയുന്നവർ എഴുന്നേൽക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഒരു സ്പാനിഷുകാരിയായ ഒരു സ്ത്രീ, അവരുടെ പേര് റോസി എന്നാണ്. റോസി എന്ന് മലയാളികളുടെ മാത്രമല്ല സ്പാനിഷുകാർക്കും പേരുണ്ട്. റോസി എന്ന് പറയുന്ന അമ്മ അവരുടെ ഏകപ്പെട്ട മകൻ റുഡോൾഫ് എന്ന് പറയുന്ന മകനെ ഇങ്ങനെ വീൽ ചെയറിൽ കൊണ്ടുവന്നു. റുഡോൾഫ് വളരെ ടോളായ, വളരെ കാണാൻ കൊള്ളാവുന്ന ഒരു പയ്യനാണ്. അവരേതാണ്ട് ഒരു 16-17 വയസ്സ് പ്രായമുണ്ട്. റുഡോൾഫ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, റുഡോൾഫിന് ക്യാൻസറാണ്. റുഡോൾഫിന് 4th സ്റ്റേജ് ക്യാൻസറാണ്. ഞാനിത് ഷാലോം ടൈഡിങ്സ് മാഗസീനിൽ എഡിറ്റോറിയലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ സംഭവം. അപ്പോൾ റുഡോൾഫ് ഇങ്ങനെ കാണാൻ കൊള്ളാം, പക്ഷേ പഠനമുണ്ട്, പക്ഷെ അവനിങ്ങനെ 4th സ്റ്റേജ് ക്യാൻസറാണ്. ഇവരിങ്ങനെ ആകപ്പാടെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, അമേരിക്കയിലെ എല്ലാ ബെസ്റ്റ് ആശുപത്രികളിൽ ഇവരെ കൊണ്ടുപോയി എല്ലാവിധത്തിലുള്ള ചികിത്സയും കൊടുത്തു, പക്ഷേ ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. എനിക്ക് ചെറുപ്പക്കാരെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്. കാരണം ഞാൻ ഈശോയെ കണ്ടറിഞ്ഞത് ചെറുപ്പത്തിലാണ്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സഭാപ്രസംഗകൻ 12:1 ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലെ സൃഷ്ടാവിനെ കാണണം. ചേർന്നൊന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മളൊരു 90 വയസ്സായിട്ട് ഈശോയെ കണ്ടിട്ട് പിന്നെ ഭൂമിയിൽ നമുക്ക് എന്ത് ചെയ്യാനാണ്? സ്വർഗം നമുക്ക് കിട്ടിയേക്കും, പക്ഷേ നമുക്ക് ഭൂമിയിൽ മനുഷ്യർക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതാ ചെറുപ്പത്തിൽ ഈശോയെ കാണണം. ഇവിടെ ഈ കൂട്ടത്തിൽ ചെറുപ്പക്കാരുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ഇപ്പോഴാണ് നമ്മൾ ഈശോയെ കാണേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈശോയെ സ്നേഹിക്കാനും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നത് പോലെ ICU യൂണിറ്റിലായിരിക്കുമ്പോൾ നമുക്ക് പറ്റില്ല. കാരണം അവിടെ ഹിന്ദിക്കാരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല പാനി എന്ന് പറയാമെന്നല്ലാതെ വേറെ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ബോധമുള്ള സമയത്ത് ബോധത്തോടെ നമുക്ക് ആത്മാവിനും സത്യത്തിലും കർത്താവിനെ സ്തുതിക്കാം. കരം ഉയർത്തുന്നു പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പോൾ റുഡോൾഫ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. റുഡോൾഫിനെ ഞാൻ മുറിയിലേക്ക് കൊണ്ടുപോയി റുഡോൾഫിനോട് വിശേഷങ്ങൾ ചോദിച്ചു. റുഡോൾഫെ, മോന് ബൈബിൾ വായിക്കാറുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ, ഞാനിങ്ങനെ മാമോദിസ മുങ്ങി സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ പള്ളിയിൽ ഈസ്റ്ററിനും ക്രിസ്മസുമേ മാത്രമേ പോവാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞില്ല എങ്കിലും ഞാൻ മനസ്സിൽ കണ്ടു, കൊള്ളാം. എന്നിട്ട് ഞാൻ റുഡോൾഫിനോട് എൻ്റെ കൊന്ത കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോന് കൊന്ത കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഫാദറേ, ഞാൻ എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ വല്യമ്മ, എൻ്റെ അമ്മൂമ്മ ഇങ്ങനെ ഇതൊക്കെ പിടിച്ച് ചെല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ചെറുപ്പത്തിലെ ഞാനത് ചെല്ലിയിട്ടുമുണ്ട്, അല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ റുഡോൾഫിനോട് പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യണം, മോനെ ഞാൻ ബൈബിൾ തരാം. എന്നിട്ടൊരു ബൈബിൾ കൊടുത്തു. അതിൽ ഒരധ്യായം മോൻ എല്ലാ ദിവസവും വായിക്കണം. മാത്രവുമല്ല, അതിൽ അച്ഛൻ പറഞ്ഞു തരുന്ന ഒരു വചനം മോൻ 100 പ്രാവശ്യം ആവർത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ റുഡോൾഫിന് ദൈവത്തെക്കുറിച്ചോ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോ പിടിയില്ല. നമ്മളെപ്പോലെ കൺവെൻഷനിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ റുഡോൾഫ് ഈ പറഞ്ഞത് അതേപടി സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തത് 118 സങ്കീർത്തനമാണ്. 118 സങ്കീർത്തനം എല്ലാ ദിവസവും വായിക്കണം. അതിൽ 17-ാമത്തെ ഒരു വചനമുണ്ട്, 118:17. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കും. അതാണ് വചനം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കും. ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ എല്ലാവരും, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ മഹത്വം പ്രഘോഷിക്കും.
ഈ ഭൂമിയിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ക്യാൻസർ രോഗികളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ മഹത്വം പ്രഘോഷിക്കും. ഞാൻ റുഡോൾഫോട് പറഞ്ഞു, റുഡോൾഫ് ഇത് 100 പ്രാവശ്യം ആവർത്തിക്കണം മോൻ, എന്നിട്ട് നമുക്ക് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. റുഡോൾഫ് ഇത് അതേപടി ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പിള്ളേരോട് പറഞ്ഞാൽ ഒരു ഗുണം എന്തെന്ന്, അത് അതേപടി അവർ ചെയ്യും. കൂടുതൽ വചനം കേൾക്കുന്ന ചിലരോട് പറഞ്ഞാൽ അവർ പെട്ടെന്ന് മറന്നു കളയും. പക്ഷേ ഇങ്ങനെയുള്ളവരോട് പറഞ്ഞാൽ പെട്ടെന്ന് അവരത് ചെയ്യും. ഇവനത് ചെയ്യും. ഇവൻ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ എൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ കൊടുത്തു. അപ്പോൾ അവൻ എനിക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, ഫാദറെ എനിക്ക് കാണേണ്ട ആവശ്യമുണ്ട്, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഈ ആശുപത്രിയിലേക്ക് ചെന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ അവൻ താമസിക്കുന്ന മുറിയിൽ ചുറ്റും അവൻ്റെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും എല്ലാ ഫ്രണ്ട്സും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് സെൻസ് ചെയ്തു. ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ പറഞ്ഞു, ഫാദറെ ഇവരോടെല്ലാവരോടും പുറത്തു പോകാൻ പറയണം, എനിക്ക് ഫാദറോട് മാത്രം ഒരു കാര്യം പറയണം. റുഡോൾഫ് പറഞ്ഞത് ഇങ്ങനെയാണ്, കഴിഞ്ഞ ദിവസം ഡോക്ടർ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, ക്യാൻസർ മൂർച്ഛിച്ചു, ക്യാൻസർ ഭയങ്കര അഗ്രസീവാണ്. ക്യാൻസർ മൂർച്ഛിച്ചിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന 2 ഓപ്ഷൻസാണ്, 2 സാധ്യതയാണ്. ഒന്നുകിൽ എൻ്റെ 2 കാല് മുറിച്ച് കളയണം, 2 കാല് മുറിച്ച് കളഞ്ഞാൽ എനിക്ക് കുറേ കൂടി നാൾ ജീവിക്കാൻ കഴിഞ്ഞേക്കാം. കുറേ കൂടി നാളെന്ന് പറഞ്ഞാൽ 2 കൊല്ലം ജീവിക്കാൻ കഴിഞ്ഞേക്കാം. അല്ലെങ്കിൽ ക്യാൻസർ വളരെ അഗ്രസീവ് ആയതുകൊണ്ട് മാക്സിമം ഞാൻ 3 മാസമേ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് ഫാദറോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു മൈനറാണ്, 18 വയസ്സ് എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കേസും ഫയൽ ചെയ്ത പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് 7 ദിവസം കൂടി ഇതേ വചനം വെച്ച് പ്രാർത്ഥിക്കാം, എന്നിട്ട് 7ാമത്തെ ദിവസം ഞാൻ മോനെ ടെക്സ്റ്റ് ചെയ്യാം, ഇന്നൊരു തീരുമാനം നമ്മൾ എടുത്തതായി മെഡിക്കൽ ഡോക്ടേഴ്സിനോട് മോൻ്റെ മാതാപിതാക്കൾ പറയുന്നതായിട്ട് അവതരിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സ്നേഹിക്കുന്ന അവൻ്റെ ഒരു കൊച്ചു പെങ്കൊച്ച് അവൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു ബെഡിൻ്റെ സമീപത്ത്. ഞാൻ അവളോട് ചോദിച്ചു, മോളുടെ ആഗ്രഹം എന്താണ്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് റുഡോൾഫിൻ്റെ കാല് പോയാലും എനിക്ക് റുഡോൾഫിനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ റുഡോൾഫിനോട് പറഞ്ഞു, റുഡോൾഫ് മോൻ്റെ ആഗ്രഹം എന്താണ്? അവൻ പറഞ്ഞു, ഫാദറെ കാലില്ലാതെ ഞാൻ ഈ 17 വയസ്സേ ആയിട്ടുള്ളൂ, പിന്നെ എനിക്ക് ജീവിച്ചിട്ട് എന്താണ് പ്രയോജനം? അതുകൊണ്ട് കാലില്ലെങ്കിൽ ഞാൻ 3 മാസം കഴിയുമ്പോൾ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ 7 ദിവസം ഈ കാര്യം ചെയ്യാം, അതായത് ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ സജസ്റ്റ് ചെയ്യാം. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു, മോനെ നമ്മൾ കാല് മുറിച്ച് കളയുന്നില്ല എന്ന തീരുമാനം എടുത്തതായി മെഡിക്കൽ ഡോക്ടേഴ്സിനോട് പറയണം. അത് ഞാൻ പറഞ്ഞതായിട്ടല്ല മോൻ പറയേണ്ടത്, മോൻ്റെയും മോൻ്റെ മാതാപിതാക്കളുടെയും ആഗ്രഹമായിട്ട് പറയണം. കാരണം അച്ഛന്മാർക്ക് അങ്ങനെ പറയാനുള്ള അവകാശമില്ല, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതാ മോൻ്റെ ആഗ്രഹവും മോൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹവുമായിട്ട് മോനിത് പറയണം എന്ന് പറഞ്ഞു. അവൻ മാതാപിതാക്കളുടെ സ്വന്തം ആഗ്രഹമായി മെഡിക്കൽ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, ഇതാ ഞാൻ കാല് മുറിച്ച് കളയുന്നില്ല, കാലിങ്ങനെ അതേപടി സൂക്ഷിക്കുന്നു, ഞാൻ മരിക്കാൻ തയ്യാറാണെന്നുള്ള അർത്ഥത്തിൽ. സഹോദരങ്ങളെ, റുഡോൾഫ് ഇത് കഴിഞ്ഞ് ഞാൻ റുഡോൾഫിനെ അധികം കണ്ടിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു. പിന്നീടാണ് നമുക്ക് കോവിഡ് എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. റുഡോൾഫ് 3 മാസം കഴിഞ്ഞ് മരിച്ചില്ല, 6 മാസം കഴിഞ്ഞ് മരിച്ചില്ല, 1 വർഷം കഴിഞ്ഞ് മരിച്ചില്ല, 2 വർഷം കഴിഞ്ഞ് മരിച്ചില്ല, 3 വർഷം കഴിഞ്ഞ് മരിച്ചില്ല. റുഡോൾഫ് ഇന്നും ജീവിക്കുന്നു, നല്ലൊരു അൾത്താര ബാലനായി ജീവിക്കുന്നു. ചേർന്നൊന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വെർച്വലായും അല്ലാതെ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന എല്ലാ ക്യാൻസർ രോഗികളും ആവർത്തിക്കണം സങ്കീർത്തനം 118:17. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവിക്കും, ഞാൻ കർത്താവിന്റെ മഹത്വം പ്രകീർത്തിക്കും. ചേർന്നൊന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ ദൈവവചനത്തിലുള്ള എന്തെന്നില്ലാത്ത വിശ്വാസം എനിക്ക് വന്നത് ആ സമയത്താണ്. ഞാൻ കരുതിയത് ഇതാണ്, നമ്മൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് കർത്താവ് കേൾക്കുന്നതെന്നാണ്. അങ്ങനെയല്ല. വളരെ സിമ്പിളായിട്ട് ഈശോയോട് പറഞ്ഞാലും, ഇങ്ങനെ നിങ്ങൾ കേട്ടിരിക്കുകയായിരിക്കും, ചിലരിപ്പോൾ ഒരു പാതി മയക്കത്തിലാണെന്ന് കരുതുക. ഈശോയോട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഈശോയോട് പറഞ്ഞാൽ അവൻ നമ്മളെ കേൾക്കും. നമ്മളെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഈശോ നമ്മളെ കേൾക്കും. ഒരിക്കലും ഇതുപോലെ തന്നെ ഒരു ശുശ്രൂഷ, ഏതാണ്ട് ഒരു 1400ഓളം സ്പാനിഷുകാരിരിക്കുന്ന, ഇംഗ്ലീഷുകാരിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്.
അപ്പോൾ അതിലെല്ലാവർക്കും വേണ്ടി ശിരസ്സിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേനും ഒരു 10-12 മണി സമയമായി. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു സ്പാനിഷുകാരിയായ ഒരു ചേടത്തി സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ വീൽ ചെയറിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അനോയിൻറ്റ് ചെയ്യാനുള്ള തൈലം ഇല്ല, ശിരസ്സിൽ കൈ വെച്ച് പ്രാർത്ഥിക്കാനുള്ള തൈലമില്ല, ഒന്നുമില്ല. കാരണം ഇറങ്ങിപ്പോകേണ്ട സമയമായി. വൈകുന്നേരം 6:30 തുടങ്ങിയതാണ്, 12 മണിയായി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ. പാതിരാത്രിയല്ല, പെട്ടെന്ന് പോകണം. പുറത്തേക്ക് ഇറങ്ങാൻ നേരത്താണ് ഇതുമായിട്ട് ഈ സ്ത്രീ പറയുന്നത്. അവരെന്തൊക്കെയോ പറഞ്ഞു ഈ മനുഷ്യൻ്റെ രോഗത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, ഈശോയുടെ നാമത്തിൽ ഈ വചനവും പറഞ്ഞു, 118-ാം സങ്കീർത്തനം 17-ാമത്തെ തിരുവചനം വചനവും പറഞ്ഞ് ഞാൻ ആശീർവദിച്ച് ഞാൻ പോന്നു. കാരണം എനിക്ക് വണ്ടി കാത്തു നിൽക്കുകയാണ്. ഞാൻ ഓടിക്കേറി പോന്നു. കാരണം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാനങ്ങനെ പ്രാർത്ഥിച്ചത്. കാരണം അവർക്കല്ലെങ്കിൽ എന്ത് തോന്നും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈശോയുടെ നാമത്തിൽ ഈ വചനം പറഞ്ഞ് ആശീർവദിച്ച് ഞാൻ ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് പോകുന്നത്. സഹോദരങ്ങളെ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത ആൾ പറഞ്ഞു, പാദ്രേ, ആ പറഞ്ഞ അവസാനം വന്ന മനുഷ്യരുണ്ടല്ലോ, അയാളുടെ തലയിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. ആ ട്യൂമർ മാറിയെന്ന് മാത്രമല്ല, അയാൾ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാനുമായിട്ട് തുടങ്ങിയത് ചേർന്നത് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കേൾക്കുന്നവരെ, വീൽ ചെയറിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് ഒന്ന് സഹായിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റ് നടന്നേക്കും. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. നമ്മുടെ കർത്താവാണ്, അവൻ വിജയം നൽകുന്ന കർത്താവാണ്, അവൻ രോഗികളെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവാണ്. നമ്മൾ എഴുന്നേൽക്കണമെന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹമുള്ളത് നമ്മുടെ കർത്താവിനാണ്. നമ്മൾ ശബ്ദമുണ്ടാക്കുന്നത് കൊണ്ടല്ല, നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട് പോലുമല്ല. കാരണം ഞാനിങ്ങനെ ചിന്തിച്ച്, സാധാരണയായിട്ട് ധ്യാനമാണെങ്കിൽ മലയാളികൾക്ക് 5 ദിവസത്തെ ധ്യാനം നടത്തി 5-ാമത്തെ ദിവസം അവസാനമാണ് രോഗശാന്തി ശുശ്രൂഷ. അപ്പോഴാണ് കർത്താവ് എന്തെങ്കിലും ഒരു പക്ഷേ ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ സംഭവത്തിൽ അവൻ നേരെ ചൊവ്വന് ഒരുങ്ങിയിട്ട് പോലുമില്ല. എന്നിട്ടും ഈശോയുടെ ധൃതി കാണുക. ഈശോയ്ക്ക് തിടുക്കമുണ്ട്. ഈശോയ്ക്ക് വലിയ തിടുക്കമാണ് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ. നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മളെക്കാ കൂടുതൽ ആഗ്രഹമുള്ളത് നമ്മുടെ സ്വർഗത്തിലെ അബ്ബായിക്കാണ്. സഹോദരങ്ങളെ, കരമുയർത്തുന്നു പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്ക് പോലും ആഗ്രഹമുണ്ട് എങ്കിൽ ഏറ്റവും നല്ലവനായ ദൈവത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രക്ഷപ്പെടണമെന്ന് എത്രയോ അധികമായ ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കണമെന്ന്, നമ്മൾ തിടുക്കത്തിൽ ഈശോയിലേക്ക് എത്തണമെന്ന് നമ്മളെക്കാ കൂടുതൽ നമ്മുടെ കർത്താവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും പറ്റുന്ന പല വിധത്തിലുള്ള പ്രാർത്ഥനകളും പല വിധത്തിലുള്ള ഗാനങ്ങളും അല്ല ഇവിടെ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ ഏതെല്ലാം കഴിയുന്നുണ്ടോ അതിനോടെല്ലാം യോജിച്ച് അങ്ങ് പ്രാർത്ഥിച്ചേക്കുക. ഈശോയുടെ പരിശുദ്ധാത്മാവ് പലയിടങ്ങളിലേക്ക് പല വിധത്തിൽ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ഈ സംഭവങ്ങൾ സത്യത്തിൽ എനിക്ക് തന്നെ ഒരു വചനത്തിലൊക്കെ എന്തെന്നില്ലാത്ത വിശ്വാസം കൂടാനായിട്ട് ഇടവന്നു. ചിലതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഞാനതിന് ശേഷം ഞാൻ പലരുടെ അടുത്ത് ഞാൻ ഓർക്കുന്നു, ടെക്സാസിലുള്ള റെജി എന്ന് പറഞ്ഞൊരു സഹോദരൻ, അയാൾക്ക് ക്യാൻസർ ആയിരുന്നു. അവരോട് ഞാൻ എവിടെയോ യാത്രയുടെ ഇടയിൽ വെച്ച് എയർപോർട്ടിൽ വെച്ചാണ് ഞാൻ കണ്ടത്. ഞാൻ റെജിയോട് പറഞ്ഞു, റെജി, ഈ വചനം ഒരു 100 പ്രാവശ്യം ആവർത്തിച്ച് ചെല്ല്. റെജി ഇത് ആവർത്തിച്ച് ചെല്ലി. സഹോദരങ്ങളെ, വചനത്തിനൊരു മാന്ത്രിക ശക്തി ഉള്ളത് കൊണ്ടല്ല, മറിച്ച് വചനം ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ്. അതിനെ നമ്മളെ ചലിപ്പിക്കാനായിട്ട് കഴിയും. ഈശോ സഭയെ സ്ഥാപിച്ചു എന്നല്ല, സഭ ഈശോയുടെ പിന്തുടർച്ചയാണ്. ഈശോയുടെ പിന്തുടർച്ചയാണ് സഭ. സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പ്രവേശിക്കും. ഒരാൾ അച്ഛനായതുകൊണ്ട് അയാൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല. ചില പാവപ്പെട്ട മനുഷ്യർ പോലും, കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യരുടെ ശുശ്രൂഷയിൽ മലയാളികളുടെ ഇടയിലാണ് അയാൾ വന്നിരിക്കുകയാണ്. അയാൾ വീൽ ചെയറിലാണ് വരുന്നത്. അദ്ദേഹത്തിന് അംഗവൈകല്യം ഉള്ളതുകൊണ്ട്, ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് ഉള്ളതുകൊണ്ട് ശുശ്രൂഷയുടെ ആരാധന കഴിയുന്നതിന് മുമ്പേ അയാൾ പോവുകയാണ്. അപ്പോൾ ആ ശുശ്രൂഷ നയിച്ച മനുഷ്യൻ അയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ആരാധനയ്ക്ക് നിൽക്കാതെ പോകുന്നത്? അപ്പോൾ അയാൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരൻ, അറിയാൻ പാടില്ലേ നമ്മുടെ നാട്ടിലെ സഭയിൽ സംഭവിക്കുന്നത്? നാട്ടിൽ സഭയിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാ ദിവസവും 9 മണിയാവുമ്പോൾ രാത്രി കിടന്നുറങ്ങി വെളുപ്പിന് 3 മണിക്ക് ഞാൻ എഴുന്നേറ്റ്, ഞാൻ എൻ്റെ ശരീരത്തിൽ അംഗവൈകല്യം എനിക്കുണ്ട്,
എങ്കിലും പറ്റുന്ന ഒരു കാലിൽ മുട്ടുകുത്തിക്കൊണ്ട് ഞാൻ ഈ സഭയുടെ ഒരു ഉണർവിന് വേണ്ടി നിരന്തരം നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഈ സഭയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ പറയുകയാണ്, ഈ കാലയളവിലെ വിശുദ്ധരാണ് അയാൾ. സഹോദരങ്ങളെ, വൈദികരല്ല, സിസ്റ്റേഴ്സ് അല്ല, സഭയ്ക്ക് വേണ്ടി നിലവിളിക്കാൻ ആരൊക്കെ തയ്യാറാകുന്നുണ്ടോ അവരാണ് ഈ കാലയളവിലെ വിശുദ്ധരെന്ന് പറയുന്നത്. ആ വിശുദ്ധ ഗണത്തിലാകാൻ ഈ ജെറുസലേം കൺവെൻഷനിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് ക്ഷണിക്കുന്നുണ്ട്. ചേർന്നൊന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുന്നുണ്ട്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടിയും അവൻ്റെ സഭയ്ക്ക് വേണ്ടിയും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചതെന്ന് യേശു നമ്മളെ വിളിക്കുന്നുണ്ട്. കർത്താവ് നമ്മളെ വിളിക്കുന്നുണ്ട്. ചേർന്നൊന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ.